ഞാൻ ഇന്ന് മുട്ട അടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് സോറി. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നോക്കി, ഇത് എ ഇ ഐ ഒ യു നോക്കുന്നു നിങ്ങള്. എ ഇ ഐ ഒ യു, ഇതൊക്കെ വവൽസ് ആണ്. അപ്പൊ ഇതില് എ ഉണ്ടല്ലേ, എ ആണെങ്കിൽ ആൻ കൊടുക്കണം. അപ്പൊ നോക്കി, ഇപ്പൊ ഇതില് ബി ഇല്ലല്ലോ, ഇതില് ബി അല്ലേ ബോൾഡ്. അപ്പൊ ഇവിടെ എ കൊടുക്കണം. അപ്പൊ ഫസ്റ്റ് തന്നെ നമുക്ക് ഇവിടെ ആൻ ആണ് കൊടുക്കേണ്ടത്. എ. ഇനി സെക്കൻഡ് വൺ നമുക്ക് ഇനി ഉണ്ട്. ഞാൻ ഈ വീഡിയോ ഓരോന്നായിട്ട് ഇട്ടിട്ട് ഞാൻ കൂട്ടും ഇങ്ങനെ. ഇത് ഈഗിളാണ്. ഇ. എന്നിട്ട് ഇവിടെ അപ്പോഴും ആൻ തന്നെയാണ്. പിന്നെ ഇവിടെ ബി ഉണ്ടോ? ഇല്ലല്ലോ. അപ്പൊ ഇവിടെ എ. ഇവിടെ സ്മോൾ എസ് ഉണ്ടോ? ഇല്ലല്ലോ. അപ്പൊ എ. പിന്നെ ഇതിലും എസ് തന്നെയല്ലേ, അപ്പോഴും എ തന്നെ. ഈസി അല്ലേ? വവൽസ് ഉണ്ടോ നോക്കിയാൽ മതി. തീർന്നിട്ടില്ല. ഇപ്പൊ നോക്കി, ഇവിടെ എ കൂട്ടരുത്. ഈ വവൽ വേർഡ്സ് ഒന്നും ഇതിൽ കൂട്ടരുത്. അങ്ങനെയാണെങ്കിൽ ബി സി ഡി എഫ് ജെ കെ എൽ എം എൻ പി ക്യു ആർ എസ് ടി വി ഡബ്ല്യു എക്സ് വൈ ഇസഡ് ഇങ്ങനെ. അപ്പൊ നമുക്ക് ഇത്രയും വേർഡ്സ് ആണ്. നമുക്ക് എത്ര ഇതിൽ ആകെ എത്ര ലെറ്റേഴ്സ്? 1 2 3 4 5. അപ്പൊ ഇതിൽ 5 ലെറ്റേഴ്സ് വരുന്നുണ്ട്. ഇവിടെ എ 1, ഇവിടെ ഇ അല്ലേ, ഇവിടെ നോക്കി, ഇവിടെ ബി എ ഉണ്ടല്ലേ, ബി സി ഡി ഇ ഉണ്ട്. ഇ ഇവിടെ ഇല്ല. ഓക്കെ, എഫ് ഐ ഇവിടെ ഇല്ല. ജെ ഇപ്പൊ 3 ലെറ്റേഴ്സ് ആയി. ജെ കെ എൽ എം എൻ ഓ ഇല്ല. ഇവിടെ ഓ ഇല്ല. പിന്നെ പി ക്യു ആർ എസ് ടി യു ഇല്ല. ഇപ്പൊ തന്നെ 1 2 3 4 5. പിന്നെ കറക്റ്റ് ആണ്. അപ്പൊ ഈ 4 ലെറ്റേഴ്സും വവൽസ് ആണ്. പിന്നെ വവൽസിന് ഒരു പ്രത്യേകത ഉണ്ട്. ഈ ലെറ്റേഴ്സിലൊക്കെ വവൽസിന് എല്ലാത്തിനും ഇപ്പൊ നോക്ക്, ഔളിന് എന്തിനും കൂടുതലുണ്ടാവുന്ന വവൽസ് ആണ്. കാരണം ആപ്പിള്, സോറി ഔള്, ആപ്പിൾ എഴുതി കാണിച്ചു തരാം. ആപ്പിള് ഇതേപോലത്തെ കുറെ ലെറ്റേഴ്സ് ആണ്. എ വെച്ചിട്ട് യു വെച്ചിട്ട് അങ്ങനെ, ഓ വെച്ചിട്ട് ഔൾ, ഇ വെച്ചിട്ട് എലിഫന്റ്, പിന്നെ ഇ വെച്ചിട്ട് ഈഗിൾ, പിന്നെ എ വെച്ചിട്ട് ആൻഡ്, പിന്നെ ഓ വെച്ചിട്ട് ഞാൻ പറഞ്ഞു, പിന്നെ യു വെച്ചിട്ട് കുറെ ഉണ്ട്. അപ്പൊ ഇനി കുറച്ച് ഈസി ആയിട്ടേ ഉള്ളൂ. സോറി, എന്റെ നല്ല നമ്മുടെ കേഴ്സീവില് എ ആണെങ്കിൽ ഇങ്ങനെ, പിന്നെ ബി, അയ്യോ തെറ്റിപ്പോയി, നോക്കട്ടെ. ബി, പിന്നെ സി, പിന്നെ ഡി, സ്മോൾ ലെറ്ററിൽ നമുക്ക് കുറെ ഉണ്ട്. സ്മോൾ ലെറ്റർ ഞാൻ താഴെ എഴുതാക്കാം. ഇ എ ബി സി ഡി ഇ എഫ്. ഞാൻ എഴുതാറില്ല, സോറി, ഞാൻ എഴുതാറില്ല.
ഓക്കെ. MNO. എ പോലെ തന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്ന ഇങ്ങനെ ഇട്ടിട്ട് ഒരു വര ഇട്ടിട്ട് ബാക്കി ലെറ്റേഴ്സും കൂടി പഠിക്കാം. എന്നിട്ട് Q, MNO, P, Q ആണ്. Q എനിക്ക് അവിടെ എഴുതാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ആറ് ഇവിടെ എഴുതാം. എല്ലാവർക്കും കാണാമോ? ഇവിടെ ഇങ്ങനൊരു ത്രൂ ചെയ്ത് ഇവിടെ നിന്ന് ഒരു വരയിട്ട് ത്രൂ ചെയ്ത് ഇങ്ങനെ വരയ്ക്കുക. RS ഇവിടെ ഒരു വരയിട്ട് ത്രൂ ചെയ്ത് ഇതേപോലെ ഇങ്ങനെ വരയ്ക്കുക. ST ഇങ്ങനെയാണ്. സ്മോൾ ലെറ്റർ വരയ്ക്കുന്നില്ല. ഇപ്പൊ ക്യാപിറ്റൽ ലെറ്റർ വരയ്ക്കാം. ഞാൻ ഇങ്ങനെയാണ്. അറ്റി എന്തെങ്കിലും ഉണ്ട്. T, U അല്ലേ? V, W, X ഇങ്ങനെ ഒരു C, ഇങ്ങനെ ഒരു C. X, T, സോറി, ABCD EFG HH LMN P Q എഴുതില്ല. Q നോക്കിയത്. Q ഞാൻ ഇങ്ങനെ എഴുതാറേ. Q എന്തെങ്കിലും തൊട്ട് Q R S T U V W X Y. G പോലെ തന്നെ G പോലെ ഇത് G Y J ഇതേപോലെ G Y J ഇതേപോലെ ഒരു ഇത് ഇട്ടാൽ മതി. Z. ഓക്കെ. ഇനി നമുക്ക് സ്മോൾ ലെറ്റേഴ്സ് A, B, C ഇങ്ങനെ D. സോറി, ഇത് ക്യാപിറ്റൽ ലെറ്റർ അല്ല. നമുക്ക് അതൊരു വൃത്തിയില്ല. D. ഓക്കെ. E വരയ്ക്കാം അല്ലേ? E, F ക്യാപിറ്റൽ. ഓക്കെ. ഇനി F, G ക്യാപിറ്റൽ ലെറ്റർ അല്ല. G നമുക്ക് ഇതെന്നെ എഴുതാൻ മതി. എന്നാൽ നമുക്ക് സ്മോൾ ലെറ്റേഴ്സ് വേണ്ടല്ലേ? ഞാൻ സ്മോൾ ലെറ്റേഴ്സ് പഠിക്കാൻ പോകുന്നതേ ഉള്ളൂ. കുറച്ചൊക്കെ എനിക്കറിയാം. ഇനി നമുക്ക് എന്താണ് ലെറ്റേഴ്സ് പഠിക്കാം അല്ലേ? A വെച്ചിട്ട് ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ ആയിട്ട് ഇവിടെ ഒരു ഇട്ടിട്ട് T ആൻഡ് A വെച്ചിട്ട് പിന്നെ A വെച്ചിട്ട് L E ആപ്പിൾ. പിന്നെ A വെച്ചിട്ട് പിന്നെ എനിക്ക് A വെച്ചിട്ട് പണ്ടത്തെ ഓർത്തിട്ട് മറക്ക. ഇനി നമുക്ക് B വെച്ചിട്ട്
സോറി, ബോൾ എന്നാണ് വായിക്കുക, പക്ഷെ ബാ എന്നാണ് ഇങ്ങനെ ആണൊക്കെ ആക്കുമ്പോ ഉള്ളത്. ഓക്കെ, ഇനി ബി വെച്ചിട്ട് അടുത്തത് ബി വെച്ചിട്ട് എന്താ, ബി വെച്ചിട്ട് എനിക്കൊന്നേ അറിയില്ല, അത് ഞാൻ മറന്നുപോയി. ഓക്കെ, ഓക്കെ, ക്യാറ്റ്. ഇത് എനിക്കൊന്നേ അറിയത്തുള്ളൂ. എന്നാൽ നമുക്ക് ഒന്ന് എഴുതിയാൽ പോലെ. ഇതൊന്ന് വായിച്ചത് എൻ്റെ സെറ്റി കൊത്തായി. ഇതൊന്ന് വായിക്കും എന്തെങ്കിലോട്ട് നമുക്ക് എഴുതാം. ക്യാറ്റ്, അതിനിട്ട് ഡി വെച്ചിട്ട് ഡോഗ്, പിന്നെ ഈ വെച്ചിട്ട് ഈഗിൾ, EAGLE, ഈഗിൾ. പിന്നെ ഇനി എന്താണ് എഫ് വെച്ചിട്ട്, എഫ് സ്മോൾ ലെറ്റർ എഴുതിയാൽ മതി അല്ലേ. എഫ് വെച്ചിട്ട് ഫിഷ്, FISH. ഓക്കെ, ഫിഷ്. ഇനി എഫ് കഴിഞ്ഞിട്ട് ജി വെച്ചിട്ട് ജോബ്, സോറി അത് ജെ വെച്ചിട്ടാണ്. ജി വെച്ചിട്ട് എന്താണ്, അയ്യോ ഡോഗിന്റെ ഇത്രയും ഞാൻ എഴുതിയിട്ടുള്ളൂ. ഡോഗിന്റെ എഴുതില്ല, ഡോഗ്. ഇവിടെ നമുക്ക് ഡോഗ് എഴുതാൻ വേണമെങ്കിൽ എഴുതല്ലേ, ഞാൻ മറന്നുപോയി, അതുകൊണ്ട് നമുക്ക് ഡോഗ് എഴുതാം. ഓക്കെ, ഇനി ഇവിടെ ഡോഗ്. ഡോഗ്, ഡോഗ്, ജി വെച്ചിട്ട് ഡോഗ്, പിന്നെ എച്ച് വെച്ചിട്ട്, പിന്നെ ഹോൾ, ഹോഴ്സ്, കുതിര, ഹോഴ്സ്. പിന്നെ ഐ വെച്ചിട്ട് നമുക്ക് ജീവികൾ തന്നെ എഴുതണമെന്നില്ല കേട്ടോ, അതുകൊണ്ട് ഞാൻ ഇവിടെ ഇസ് എഴുതാൻ പോവാ. അല്ല, ഇത്ര മതിയല്ലേ. ഇനി നമുക്ക് സെന്റൻസിലേക്ക് ഇറക്കാം. പിന്നെ ബോർഡല്ല, മറ്റേ ഐ ആം എ ഡോഗ്, ദിസ് ഈസ് എ കാറ്റ്. ഞാൻ സെന്റൻസ് എന്ന് വെച്ചാൽ കൈ എഴുതട്ടെ. I am a dog. ഇതൊരു സെന്റൻസ് ആണ്. ഇതായിട്ട് ഒരു സെന്റൻസ് ആയിട്ട് കൂട്ടിയാൽ മതി. ഓക്കെ, സെക്കൻഡ്, ദിസ് ഈസ് മൈ ഫേവറേറ്റ് toy. This is this അല്ലേ, മറന്നുപോയി. This is അടുത്തായിട്ട് എഴുതണ്ടായിരുന്നു അല്ലേ. നമുക്ക് ഒരു ഗ്യാപ്പ് ഇടണം, ഫിംഗർ ഗ്യാപ്പ് എന്ന് വെച്ചാൽ ഒരു ഇങ്ങനത്തെ ഗ്യാപ്പ്. ഓക്കെ, ഇത് ഒരു ടീന്റെ ഇത് ഇട്ട് കൊടുക്കാം. This is my
here y y toy ഇനി ഒരു ഫിംഗർ ഗ്യാപ്പ് കൂടിയിട്ട് 3 ദിസ് ഈസിന്റെ ഇതൊക്കെ പോരല്ലേ ദിസ് ഈസ് എ ബിഗ് ബോൾ എഴുതാം ദിസ് ഈസ് തന്നെ എപ്പോഴും എഴുതിയാൽ പോരെ അത് മതി അയാൻ പോലത്തെ ഇത്ര 4 വേർഡ്സ് ഉണ്ട് ഇനി ഒന്നും കൂടി ഉള്ളൂ ദിസ് ഈസ് big this is a big this is a big അയ്യോ ബി നേരെ big ball രണ്ട് ബി വെച്ചിട്ടാണ് ഓക്കെ ഒരു ഫിംഗർ ഗ്യാപ്പ് ഇട്ട് 4th one this is your favorite toy this is your and നിന്റേത് this is sorry this is your right you are your toy ഓക്കെ TOY ഇത്ര ഈ 4 എഴുതിയെങ്കിൽ തീർന്നിട്ടില്ല ഇത് ഞാൻ വീഡിയോ ആക്കാനാണ് വിചാരിച്ചത് അതുകൊണ്ട് തീരൂല